നായ്ക്ക് പോലും ഈ ഭരണം പിടിക്കുന്നില്ല. ഇനി പ്രകൃതി ദുരന്തം നോക്കുക. ഒന്നുകിൽ ഉരുൾപൊട്ടൽ വരും, അല്ലെങ്കിൽ വരൾച്ച വരും, അല്ലെങ്കിൽ നിപ്പ വരും. ഏതെങ്കിലും ഒരെണ്ണം എല്ലാ വർഷവും വന്ന് ജനങ്ങളെ ഉപദ്രവിക്കുന്ന, പ്രകൃതിക്ക് പോലും ഇഷ്ടപ്പെടാത്തതായ ഒരു ഗവൺമെൻറ്റായി ഇത് മാറിയിരിക്കുകയാണ്. ഇത് ഏത് വൃത്തികേട് ചെയ്താലും, എന്ത് അടിച്ചമർത്തൽ ചെയ്താലും വലിയ പ്രബുദ്ധത പറയുന്നത് നമ്മളെ അടിമയെ പോലെ കീഴടങ്ങി കൊടുക്കുന്നത് കൊണ്ട് കേരളത്തിൽ മാത്രം ഈ ഹർത്താലും സമരവും വിജയിക്കുന്നത്. അല്ലെ, പൊതുജനങ്ങളോട് ഈ സർക്കാരിന് എന്ത് ഉത്തരവാദിത്വം? സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത് ഹർത്താലാണോ അതോ ബന്ദാണോ? ഹർത്താലിന്റെ സ്വഭാവമേ അല്ല ഇവിടെ കാണുന്നത്, ബന്ദിന്റെ സ്വഭാവമല്ലേ? അത് അനുവദനീയമല്ലല്ലോ, അത് തള്ളിയതല്ലേ കോടതി. അതെ, അതാ ഞാൻ ആദ്യം പറഞ്ഞത്. പണിമുടക്ക് പ്രഖ്യാപിച്ച് പണിമുടക്ക് നടത്തുകയാണ് എങ്കിൽ ആ പണിമുടക്ക് പരാജയപ്പെടും. അതിൻ്റെ കാരണം രണ്ട് പ്രധാന ഇവർ ഉന്നയിക്കുന്ന കാരണങ്ങളുണ്ട്. ഒന്ന്, സ്ഥിരം നിയമനം നടത്തണം. രണ്ട്, കരാർ തൊഴിൽ അവസാനിപ്പിക്കണം എന്നാണ്. അത് ശരിക്കും CI2 അല്ലെങ്കിൽ CPM-ഉം കോൺഗ്രസും INTUCയുടെയും നേതാക്കൾക്ക് ഒരു പക്ഷേ അവർ ഇത് അറിഞ്ഞുകൊണ്ടും അറിഞ്ഞുകൂടാന്ന് ചെയ്യുന്നതാണ്. അതിൻ്റെ അണികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. 1970 ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് കരാർ തൊഴിൽ നിയമം രാജ്യത്ത് കൊണ്ടുവരുന്നത്. കോൺഗ്രസിൻ്റെ ഇന്ദിരാഗാന്ധി സ്ഥിരം തൊഴിലിനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് തൊഴിലാളിക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ചത് കോൺഗ്രസിൻ്റെ ഇന്ദിരാഗാന്ധിയാണ്. 1985 മാർച്ച് മാസം 31 കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥിരം തൊഴിൽ നിഷേധിക്കുന്നത് ബഹുമാനപ്പെട്ട രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഇപ്പോൾ അവരാവശ്യപ്പെടുന്ന കരാർ തൊഴിലും അതുപോലെ തന്നെ സ്ഥിരം തൊഴിലും നിഷേധിച്ചത് കോൺഗ്രസിൻ്റെ രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയുമാണ്. അത് കഴിഞ്ഞ് UPA സർക്കാരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CI2-ഉം CPI-യും എല്ലാവരും പിന്തുണച്ചുകൊണ്ട് UPA ഭരിക്കുമ്പോൾ പോലും കരാർ തൊഴിൽ നിരോധിക്കണമെന്നും സ്ഥിരം നിയമനം നടത്തണമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ CPI-യോ ആവശ്യപ്പെട്ടില്ല. അത് തിരിച്ചു വന്നത് 2014 ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വരുമ്പോൾ BMS അദ്ദേഹത്തെ ഈ വിഷയങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോഴാണ് ആദ്യമായി കേന്ദ്ര ഗവൺമെൻറ് സ്ഥിരം തൊഴിലിലേക്ക് തിരിച്ചു വരുന്നത്. ഇപ്പോൾ 2.5 ലക്ഷത്തിലധികം യുവതികൾക്ക് കേന്ദ്ര ഗവൺമെൻറ് സ്ഥിരം നിയമനം നൽകിക്കഴിഞ്ഞു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത് സ്ഥിരം നിയമനമാണ്. അത് പോയിട്ട് ലക്ഷക്കണക്കിന് ഈ കഴിഞ്ഞ 40 വർഷം കൊണ്ടെടുത്ത കരാർ തൊഴിലാളികളുണ്ട്. ഇതെല്ലാം സ്ഥിരം തൊഴിലാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ കരാർ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ പിരിച്ചുവിടേണ്ടി വരും. അവരുടെ പ്രായം കഴിഞ്ഞതുകൊണ്ട് അതൊരു വലിയ അപരാധമായി മാറും. അതുകൊണ്ട് ഫിക്സഡ് ടൈം കോൺട്രാക്റ്റ് എന്നൊരു പുതിയ നിയമം അദ്ദേഹം കൊണ്ടുവന്നു. അതായത് ഇപ്പോൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളി കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ സ്ഥിരം തൊഴിലാളിക്ക് കൊടുക്കുന്ന ശമ്പളവും എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് കൊടുക്കണം. അതിപ്പോൾ CDAC ഉൾപ്പെടെ VSSC ഉൾപ്പെടെ എയർപോർട്ട് ഉൾപ്പെടെ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളിക്കും സ്ഥിരം തൊഴിലാളി ചെയ്യുന്ന എല്ലാ ആനുകൂല്യങ്ങൾ കിട്ടുകയും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്ഥിരം ജീവനക്കാരെയാണ് നിയമിക്കുന്നത്. അത് പോസ്റ്റൽ, റെയിൽവേ, ബാങ്ക് ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് 2014 ശേഷം കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലിക്ക് കയറുന്നത്. പക്ഷേ കേരളത്തിൽ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ എല്ലാ വകുപ്പുകളിലും ഇപ്പോഴും കരാർ തൊഴിലാണ്. ഈ പിണറായി വിജയൻ ഗവൺമെൻറ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് വന്ന 9 വർഷത്തിനുള്ളിൽ 2.5 ലക്ഷത്തിലധികം CPM-കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പിൻവാതിൽ നിയമനത്തിലൂടെ അവരെ ജോലിക്കെടുക്കുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കരാർ തൊഴിൽ ചെയ്യുന്നത് കേരളമാണ്, അതുപോലെ സ്ഥിരം നിയമനം ചെയ്യാത്തത് കേരളമാണ്. ഈ കരാർ തൊഴിലും സ്ഥിരം നിയമനവും ചെയ്യരുത് എന്ന് പിണറായി വിജയനോട് പറയാനുള്ള ധൈര്യം CPI-ക്കും CPM-നും കോൺഗ്രസിനും ഇല്ലാത്തതുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഭാരത ബന്ദ് എന്നുള്ള പേരിൽ നടത്തുന്നത്. അത് മോഡിക്കെതിരെയല്ല, പിണറായി വിജയനെതിരെയാണ് ഇന്നത്തെ സമരം. ആ സമരം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് CPM അതിനെ ഹർത്താലാക്കി മാറ്റി. KSRTC പണിമുടക്കിന്റെ ഭാഗമാവില്ല എന്നാണ് ഗതാഗത മന്ത്രി പറഞ്ഞത്. പക്ഷേ പണിമുടക്ക് ആരംഭിച്ച സമയം മുതൽ നിരത്തുകളിൽ KSRTC ബസ്സുകളൊന്നും നമ്മൾ കണ്ടില്ല. അല്ലെ, പൊതുജനങ്ങളോട് ഈ സർക്കാരിന് എന്ത് ഉത്തരവാദിത്വമുള്ളത്? ഏറ്റവും ദയനീയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭൂമി ഉണ്ടായ കാലം മുതൽ ഉണ്ടായിരുന്നതാണ് നായ്. ഈ പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷം, അതായത് ഈ കഴിഞ്ഞ ജനുവരി മുതൽ
ഇപ്പോൾ ഈ ജൂൺ മാസം വരെ വളരെ വ്യക്തമായി 1,65,000 പേരെയാണ് നായി കടിക്കുന്നത്. അത് പേപ്പട്ടി കടിച്ചിട്ട് 17 പേര് മരിച്ചു. നിങ്ങളൊന്ന് കേരള ചരിത്രം നോക്കുക. നായ്ക്ക് പോലും ഈ ഭരണം പിടിക്കുന്നില്ല. ഇനി പ്രകൃതി ദുരന്തം നോക്കുക. ഒന്നുകിൽ ഉരുൾപൊട്ടൽ വരും, അല്ലെങ്കിൽ വരൾച്ച വരും, അല്ലെങ്കിൽ നിപ്പ വരും. ഏതെങ്കിലും ഒരെണ്ണം എല്ലാ വർഷവും വന്ന് ജനങ്ങളെ ഉപദ്രവിക്കുന്ന, പ്രകൃതിക്ക് പോലും ഇഷ്ടപ്പെടാത്തതായ ഒരു ഗവൺമെൻറ്റായി ഇത് മാറിയിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ശമ്പളം കൊടുക്കുന്ന സ്ഥിതി ഒന്ന് നോക്കൂ. ഈ കേരളത്തിൽ 5 ദേവസ്വമാണ്. മലബാർ ദേവസ്വത്തിൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് 4 ഗ്രേഡായിട്ടാണ്. ABCD. ഇത് A ഗ്രേഡിൽപ്പെട്ടവർക്ക് തിരുവിതാംകൂർ ദേവസ്വത്തിൽ കൊടുക്കുന്ന പോലെ ശമ്പളം കൊടുക്കും. B ഗ്രേഡിൽപ്പെട്ട ആളുകൾക്ക് ഒരു ദിവസം 400 രൂപ ശമ്പളം കൊടുക്കും. C ഗ്രേഡിൽപ്പെട്ടവർക്ക് 2000 രൂപയാണ് മാസശമ്പളം. D ഗ്രേഡിൽപ്പെട്ടവർക്ക് ശമ്പളമില്ല. ഇത് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിൽ ഇന്നും നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് D ഗ്രേഡിൽപ്പെട്ട ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് ശമ്പളമേ ഇല്ല. അവർക്ക് കിട്ടുന്നത് ഭഗവാനായി കൊടുക്കുന്ന നിവേദ്യത്തിൽ ഒരു ചെറിയ പാത്രത്തിൽ കിട്ടുന്ന പടച്ചോറാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ദയനീയമായി ഇതിനപ്പുറം ഒരു, അതായത് മിനിമം വേജസ് കൊടുക്കണമെന്നുള്ളത് പോട്ടെ, ഒരു മനുഷ്യന് കുടുംബത്തിൽ 4 പേർക്കുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് മിനിമം വേജസ്. 4 പേർക്ക് 4 നേരത്തുള്ള ഭക്ഷണം പോട്ടു, ഒരു നേരത്തുള്ള ഭക്ഷണം പോലും കൊടുക്കാത്ത ഒരു സർക്കാർ. പടച്ചോറെന്ന് പറയുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ നിവേദ്യമായി വയ്ക്കുന്ന, ഒരു കൈക്കുള്ളിൽ വയ്ക്കുന്ന ഒരു ചെറിയ പാത്രത്തിലുള്ള ചോറ്. അതാണ് ഒരു ശാന്തിക്കാരന് അല്ലെങ്കിൽ കീഴ്ശാന്തിക്കാരന് അവിടെ പാനി ചെയ്യുന്ന അല്ലെങ്കിൽ പൂ വെട്ടുന്ന അവർക്കെല്ലാം കിട്ടുന്നത് ഒരു പാത്രം ചോറിന് വേണ്ടി. പക്ഷേ ഭഗവാനെ പണ്ട് മുതൽ പൂജിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പട്ടിണി കിടക്കുന്ന ലോകത്ത് ഏക സംസ്ഥാനം കേരളമാണ്. തോട്ടം മേഖല ഒന്ന് എടുത്തു നോക്കാം. തോട്ടം മേഖലയിൽ 400 രൂപയാണ് ശമ്പളം. 75 ദിവസം പോലും ജോലിയില്ല. താമസിക്കുന്നത് ഒറ്റ മുറിയുള്ള ലയത്തിലാണ്. ചെന്ന് കണ്ടാൽ മനുഷ്യൻ കാലിത്തൊഴുത്തിനേക്കാൾ ഗതികേടാണ്. ബാത്റൂം ചെറിയൊരു കക്കൂസ് ഉണ്ട്, അതിൽ വെള്ളം ഒഴിച്ചാൽ മുകളിലേക്ക് വരും. മഴ പെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഓരോ കാലവർഷം എടുത്തു നോക്കുക, 100-150 കുടുംബത്തിനുള്ളിൽ കൂട്ടത്തോടെ ഒലിച്ചു പോകുന്ന മനുഷ്യത്വമില്ലാത്ത ഒരു മേഖലയായി കേരളത്തിലെ തോട്ടം മേഖല മാറിയിരിക്കുകയാണ്. തൊഴിലുറപ്പ് മേഖല നോക്കുക. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന 369 രൂപയാണ് ശമ്പളം. ആ ശമ്പളം കൃത്യമായി കൊടുക്കുന്നില്ല. BMS പറയുന്നത് അവർക്ക് മിനിമം വേജസ് നടപ്പിലാക്കണം. 26,000 രൂപ തോട്ടം മേഖലയ്ക്കും കൊടുക്കണം, അതുപോലെ തന്നെ തൊഴിലുറപ്പ് മേഖലയ്ക്കും കൊടുക്കണം. 369 രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുമ്പോൾ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. 1 രൂപ പോലും സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നില്ല. സംസ്ഥാന ഗവൺമെന്റും 369 രൂപ കൊടുത്ത് 750 രൂപ ശമ്പളം കിട്ടുകയും 200 ദിവസം ജോലി കിട്ടുന്നവരായി തോട്ടം മേഖലയും അതുപോലെ തന്നെ തൊഴിലുറപ്പ് മേഖലയും മാറ്റണം. മറ്റൊന്ന് കശുവണ്ടി മേഖലയാണ്. 3.5 ലക്ഷം തൊഴിലാളിയും 800 കശുവണ്ടി ഫാക്ടറിയുമായി നടന്നിരുന്ന കശുവണ്ടി ഇന്ന് 700 ഫാക്ടറികൾ അടഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആ കശുവണ്ടി ഫാക്ടറിയുടെ തൊഴിലാളികളുടെ യോഗം വിളിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മനുഷ്യത്വമുള്ളവർക്ക് അവരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. 30-40 സ്ഥലത്ത് സൂചി കൊണ്ട് തുന്നിക്കെട്ടിയ നൂലും അസ്ഥിപഞ്ജരമായി മുമ്പിൽ വന്നിരിക്കുന്ന മനുഷ്യക്കോലങ്ങളായി കശുവണ്ടി മേഖലയുടെ തൊഴിലാളി മാറിയിരിക്കണം. അവർക്ക് ജോലിയില്ലെന്ന് മാത്രമല്ല, അവർക്ക് ആനുകൂല്യമില്ല, ഗ്രാറ്റുവിറ്റി ഇല്ല. അങ്ങനെ ഒരു തരത്തിലും ആനുകൂല്യം കൊടുക്കാത്ത ഒരു സർക്കാരാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരെ പണിമുടക്കുന്നത്, ഹർത്താൽ നടത്തുന്നത്, ഈ പാവപ്പെട്ട അസ്ഥിപഞ്ജരമായ തൊഴിലാളികളെ വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് ഫാസിസം. സമരം നടത്തേണ്ടത് കേരള ഗവൺമെന്റിനെതിരെ ആണ് എന്നുള്ളതാണ് BMSന്റെ അഭിപ്രായം. ഈ KSRTC എന്ന് പറയുമ്പോൾ 44,000 ജീവനക്കാരും 6,250 ബസ്സും ഉണ്ടായിരുന്നു, 14,000 എംപാനൽ ജീവനക്കാർ ഉണ്ടായിരുന്നതാണ്. അവിടെ നിന്ന് ഇന്നത്തെ സ്ഥിതി 22,000 ജീവനക്കാരും 4,450 ഷെഡ്യൂൾ നടത്തുന്നു. അതിൽ ശരിക്കും അർഹതയുള്ള ബസ് എന്ന് പറയുന്നത് 3,200 മാത്രമാണ്. 1,316 ബസ് 17 വർഷമാകാതെ 15 വർഷം കഴിഞ്ഞതും ഇപ്പം ഈ സെപ്റ്റംബറിൽ 17 വർഷമാകാൻ പോകുന്ന നിരത്തിലിറക്കാൻ പാടില്ലാത്ത കണ്ടം ചെയ്ത ബസ്സാണ്. അതിനൊന്നും ഇൻഷുറൻസ് ഇല്ല. ഈ സെപ്റ്റംബർ ആകുമ്പോൾ 1,900 ബസ് കാലപ്പഴക്കം ചെല്ലും. എന്ന് പറഞ്ഞാൽ വെറും 2,250 ബസ്സിലേക്ക് മാറും. 44,000 ജീവനക്കാർ 22,000 വന്നു. 14,000 എംപാനലുകാരെ പിരിച്ചുവിട്ടു. കരാർ തൊഴിലാളി
ഒഴിവാക്കണം, സ്ഥിരപ്പെടുത്തണമെന്ന് പറയുമ്പോൾ മനുഷ്യത്വമില്ലാതെ 14,000 തൊഴിലാളികളോട് നിനക്ക് നാളെ മുതൽ ജോലിയിൽ ഇറങ്ങിപ്പൊയ്ക്കൊള്ളാൻ പറഞ്ഞ അതേ ആളുകളാണ് കൃത്യമായി ഫിക്സഡ് ടൈം കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ശമ്പളം കൊടുക്കുന്ന നരേന്ദ്രമോദിയോട് നിങ്ങൾ കരാർ തൊഴിൽ മാറ്റണം, കരാർ തൊഴിൽ മാറ്റി പുതുതായി ആളുകളെ സ്ഥിരപ്പെടുത്തുന്ന മനുഷ്യനാണ്. പക്ഷെ ഇവിടെ സ്ഥിരം ജോലിയും ഇല്ല, കരാർ തൊഴിലും ഇല്ല, ജോലി ചെയ്ത ശമ്പളമില്ല. KSRTCയുടെ സ്ഥിതി അതാണ്. ഇപ്പൊ KSRTC ഒരു ദിവസം പണി മുടക്കിയാൽ 9 കോടി രൂപയുടെ നഷ്ടം വരും, ശമ്പളം കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടായിരിക്കണം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി വണ്ടി നിരത്തിലിറക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ അതിന് KSRTCയോട് ഒന്ന് മാത്രമല്ല, ജനങ്ങളോട് ഒരു കടപ്പാടുമില്ലാത്ത ഇടതുപക്ഷവും CI2 ഇപ്പൊ ഈ KSRTC നശിപ്പിക്കുന്നത് CI2 ആണ്. CI2 ആണ് 12 മണിക്കൂർ ഡ്യൂട്ടി കൊണ്ടുവന്നത്, ഖന്ന റിപ്പോർട്ട് കൊണ്ടുവന്നത്, സിംഗിൾ ഡ്യൂട്ടി കൊണ്ടുവന്നത്. KSRTC തകർക്കാൻ പറ്റുന്ന എല്ലാ നിയമങ്ങൾക്കും ഒത്താശ ചെയ്ത് കൊണ്ടുവന്നത് CI2 ആണ്. അതുകൊണ്ട് CI2വിന് ജനങ്ങളോടും കിടപ്പാടില്ല. താങ്കൾ പറഞ്ഞ പോലെ പെട്ടെന്നൊന്നും ഒരു മാറ്റം പ്രതീക്ഷിക്കേണ്ട. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നടക്കുന്ന ഈ സമരത്തിനും പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, പ്രതിപക്ഷം ആഗ്രഹിക്കുന്ന പോലെ. അല്ല, അത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ കേരളത്തിൽ ഉള്ള പൊതുമേഖലകളിൽ ഒന്നാണ് തിരുവനന്തപുരത്തുള്ള ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് നരസിംഹറാവുവിൻ്റെ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അടച്ചുപൂട്ടാൻ നിന്ന്, അന്ന് UPA സർക്കാരാണ്, ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ഭരിച്ചതാണ്, അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതാണ്. നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വരുന്ന സമയത്ത് നമ്മുടെ BMSന്റെ ഓൾ ഇന്ത്യ സംഘടനാ സെക്രട്ടറി ശ്രീ B. സുരേന്ദ്ര അദ്ദേഹം ഈ പ്ലാന്റിൽ വരികയും ഞങ്ങൾ അദ്ദേഹത്തെ മാനേജ്മെൻറ്റുമായി ചർച്ച ചെയ്ത് അന്നെടുത്ത ഒരു തീരുമാനം അനുസരിച്ച്, അതായത് ഈ കോണ്ടം കൊണ്ട് മാത്രം ഈ സ്ഥാപനം നടത്താൻ പറ്റില്ല, പുതിയ പ്രോജക്റ്റ് വേണം, എങ്കിൽ ഗവൺമെൻറ്റിനെ സമീപിക്കാം എന്നൊരാലോചന വരികയും പുതിയ പ്രോജക്റ്റുമായി പ്രധാനമന്ത്രിയെ കണ്ട് അദ്ദേഹം കൊടുത്ത 1,250 കോടി രൂപ കൊണ്ടാണ് ഇന്ന് ഈ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലാഭകരമായി കഴിഞ്ഞ വർഷം 750 കോടി രൂപ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി മാറിയത്. അതുകൊണ്ട് ഇന്നത്തെ സമരത്തിൽ എല്ലാ കേന്ദ്ര പൊതുമേഖലകളിലും 90%-ലധികം ജീവനക്കാർ, അത് കമ്മ്യൂണിസ്റ്റുകാരനുൾപ്പെടെ ജോലിക്ക് കയറി എന്ന് പറയുമ്പോൾ ഈ സമരം ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ സാധാരണ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഒരു ന്യായവുമില്ലാത്ത ഒരു തട്ടിക്കൂട്ട് സമരം മാത്രമാണ്. അത് കേരളത്തിൽ മാത്രമേ വിജയിക്കൂ. കാരണം മലയാളികളെ ഒരു ഫാസിസ്റ്റ് രീതിയിൽ ഭയപ്പെടുത്തി അടിച്ചമർത്തി തല്ലും കൊല്ലും അങ്ങനെയുള്ള ഭീഷണി കൊണ്ട് വീട്ടിലിരുത്തിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അത് അടിയന്തരാവസ്ഥ കാലത്ത് പോലും രാജ്യത്ത് മൊത്തം സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ഭരണം നഷ്ടപ്പെട്ടപ്പോൾ പ്രബുദ്ധനായ മലയാളിയാണ് ഏക സംസ്ഥാനം. കോൺഗ്രസിന് 20 MP കിട്ടിയ സംസ്ഥാനം കേരളമാണ്. അപ്പോൾ വളരെ പ്രബുദ്ധതയുള്ള 10-20 വർഷം കഴിഞ്ഞിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വൃത്തികെട്ട സമരങ്ങളും ഏത് വൃത്തികേട് ചെയ്താലും എന്ത് അടിച്ചമർത്തൽ ചെയ്താലും വലിയ പ്രബുദ്ധത പറയുന്നത് നമ്മളെ അടിമയെപ്പോലെ കീഴടങ്ങി കൊടുക്കുന്നത് കൊണ്ട് കേരളത്തിൽ മാത്രം ഈ ഹർത്താലും സമരവും വിജയിക്കുന്നത്. നന്നായി ചിന്തിക്കുന്ന മറ്റു സംസ്ഥാനത്തിൻ്റെ ആളുകൾ പൂർണ്ണമായി സമരത്തെ തള്ളിക്കളയുന്നതും അതുകൊണ്ടാണ്. ശരി, വളരെയധികം നന്ദി. നമസ്കാരം.